നമുക്ക് ഇപ്പൊ ആക്റ്റീവ് ആയിട്ടുള്ള ഈ ഒരു റാങ്ക് ലിസ്റ്റ് എന്ന് വരെ ആക്റ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ എന്നാണ് ഈ റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ ആവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5/12/2027 ഈ ഒരു ലിസ്റ്റ് ക്യാൻസൽ ആവുന്നത്. അപ്പൊ ആ ഒരു ടൈം ഫ്രെയിം വളരെ ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ സെപ്റ്റംബറിന് ശേഷം തന്നെ ഈ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് എന്താണ് എക്സ്പെക്ട് ചെയ്യാം. ഹായ് ഹലോ, വെൽക്കം ടു CC. ഞാൻ അഞ്ജിത. ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന ആ ഒരു എക്സാമിന്റെ നോട്ടിഫിക്കേഷനായി കാത്തിരിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. അതായത് എസ്പെഷ്യലി സയൻസ് മാത്സ് ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്ന് വരുന്ന ആളുകൾ ഇപ്പോൾ വളരെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. ആകാംക്ഷയോടെ നോക്കുന്നു എന്ന് പറയാൻ കാരണം അതിന്റെ പേ സ്കെയിൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റിനെ പറ്റി അല്ലെങ്കിൽ ഈ ഒരു എക്സാമിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, നമ്മുടെ ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾ എത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഡിപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പ്ലേസ്ഡ് ആവാൻ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള ഡയറി ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നിങ്ങൾ പ്ലേസ്ഡ് ആവാൻ പോകുന്നത്. ആൻഡ് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു പോസ്റ്റിന്റെ പേരാണ് ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. ആൻഡ് ഇതിന്റെ ഒരു പേ സ്കെയിൽ നോക്കിക്കേ. പേ സ്കെയിൽ എന്ന് പറഞ്ഞാൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേ സ്കെയിലാണ്. 35,600 to 75,400 അതിന്റെ പേ സ്കെയിൽ വരുന്നത്. അപ്പൊ ഒരു ഡിഗ്രി ലെവൽ എക്സാം ആണിത്. പക്ഷെ സ്റ്റിൽ എന്താണ് നോക്കിക്കേ, ഇതിന്റെ ഒരു പേ സ്കെയിൽ തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. സയൻസ് മാത്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേ സ്കെയിലാണ് ഈ ഒരു പോസ്റ്റിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. ആൻഡ് ഇതിന്റെ ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 19 to 40 ആണ്. അപ്പൊ എന്താണ് ഈ ഒരു പോസ്റ്റ്, നമ്മുടെ ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന പോസ്റ്റ് എന്താണ്? ആ പേരിൽ തന്നെയുണ്ട്, ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്നാണ് ആ പേര് അല്ലെ. എന്ന് വെച്ചാൽ ഒരു ഡയറി ഫാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ ഒരു ഡയറി ഫാം റൺ ചെയ്യുമ്പോൾ അവിടെയുള്ള ആനിമൽസിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒരു ഹൈജീനിക് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ എങ്ങനെയാണ് വെച്ച് മുന്നോട്ട് കൊണ്ടുപോവേണ്ടത്, അവരുടെ ഫുഡിന്റെ കാര്യങ്ങൾ, അവരുടെ വാക്സിനേഷന്റെ കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നോക്കി നടത്തി കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നത് തന്നെയാണ് ഈ ഒരു പോസ്റ്റിന്റെ അർത്ഥം എന്ന് പറയുന്നത്. സോ ഡയറി ഫാം ഇൻസ്ട്രക്ടർ ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുക തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി ഇതിന്റെ പേ സ്കെയിൽ നമ്മൾ പറഞ്ഞു, ഏജ് ലിമിറ്റ് നമ്മൾ പറഞ്ഞു. ഇനി നോക്കിക്കേ, ഈ ഒരു എക്സാമിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഗ്രാജുവേറ്റ് ആയിരിക്കണം, ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത് മാത്രം പോരാ, നിങ്ങൾ പ്രീ ഡിഗ്രിക്ക് മാത്സ് അല്ലെങ്കിൽ ബയോളജി ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് എടുത്ത് പഠിച്ചിട്ടുണ്ടാവണം. ഇതിൽ ഏതെങ്കിലും ഒന്നുകിൽ ബയോളജി അല്ലെങ്കിൽ മാത്സ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. പ്ലസ് എന്തും വേണം, നിങ്ങൾക്ക് ഗ്രാജുവേഷനും വേണം. ഇതാണ് നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ മാത്സ് സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള അതേപോലെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഈ ഒരു എക്സാം എങ്ങനെയായിരിക്കും? ഇതൊരു OMR എക്സാം ആയിരിക്കും. അതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് 1.5 hours, 1.5 മണിക്കൂർ തന്നെയാണ് അതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. അതിൻ്റെ സ്കോറിംഗ് സ്കീം എന്ന് പറയുന്നത് സാധാരണ PSC എക്സാമുകളിൽ കാണുന്ന പോലെ തന്നെയുള്ള സ്കോറിംഗ് സ്കീമാണ്. ഓരോ റൈറ്റ് ആൻസേഴ്സിന് നിങ്ങൾക്ക് ഓരോ മാർക്ക് വീതം കിട്ടും. ആൻഡ് ഓരോ നെഗറ്റീവിനും 0.33 മാർക്ക് വെച്ച് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. സാധാരണ ഒരു PSC എക്സാമിൽ ഏത് രീതിയിലാണോ മാർക്കിംഗ് സ്കീം വരുന്നത് അതേപോലെ തന്നെയാണ് ഇതിനും വരുന്നത്. ഇനി അടുത്ത നോക്കിയേ, ഈ ഒരു എക്സാമിന്റെ സിലബസ് എന്തൊക്കെയാണ്, ഏതൊക്കെ സബ്ജക്ട്സ് ആണ് നമുക്ക് നോക്കി പോവേണ്ടി വരുന്നത്. കെമിസ്ട്രി വരുന്നുണ്ട്, എത്ര മാർക്കാണ്? 20 മാർക്കാണ്. ഫിസിക്സ് വരുന്നുണ്ട്, 20 മാർക്കാണ്. മാത്സ് വരുന്നുണ്ട്, 20 മാർക്കാണ്. ബയോളജി 20 ആൻഡ് ബേസിക് ഡയറി സയൻസ് എന്ന് പറയുന്ന സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടി നിങ്ങൾക്ക് വരുന്നുണ്ട്. അതിനും എത്ര തന്നെയാണ്? 20 മാർക്സ് ആണ്. അപ്പൊ ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി വലിയ ധാരണ ഇല്ലാത്ത ഒരു വ്യക്തിയാണ്, ഡയറി സയൻസ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിനെ പറ്റി ധാരണ ഇല്ലാത്ത ഒരു വ്യക്തിയാണ് എങ്കിൽ കൂടിയും ബാക്കിയുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്കും ഒരു ഇടം നേടിയെടുക്കാൻ സാധിക്കും. സോ ഇങ്ങനെയാണ് നമ്മുടെ ഒരു സിലബസിന്റെ പാറ്റേൺ വരുന്നത്. ഇനി ഈ ഒരു സിലബസിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഡിസ്കഷൻ ഒക്കെ പിന്നീട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കും. അത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് മുൻ വർഷത്ത് നമുക്ക് നടന്നിട്ടുള്ള എക്സാംസിന്റെ 2 കട്ട് ഓഫുകളാണ് നമുക്ക് മുന്നിൽ ഇപ്പോൾ
ഉള്ളത്. 2016 2022 രണ്ട് എക്സാംസിന്റെയും കട്ട് ഓഫുകൾ നമുക്ക് ഇവിടെ കാണാൻ നോക്കി. 2016 51.33 ആയിരുന്നു അതിന്റെ കട്ട് ഓഫ് ആയിട്ട് വന്നിരുന്നത്. ആൻഡ് ലാസ്റ്റ് നമുക്ക് എന്താണ് 2022 നടന്നിട്ടുള്ള ആ ഒരു എക്സാമിന്റെ കട്ട് ഓഫ് 63.33 ആണ്. അപ്പൊ കട്ട് ഓഫ് ലേശം ഒന്ന് കൂടി. അപ്പൊ ഈ വർഷം അല്ലെങ്കിൽ ഇനി വിളിക്കാൻ പോകുന്ന എക്സാമിനും എന്താണ് നമുക്ക് കുറച്ചും കൂടി ഹയർ ആയിട്ടുള്ള ഒരു കട്ട് ഓഫ് തന്നെ എക്സ്പെക്ട് ചെയ്യേണ്ടി വരും. അത് നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാലേ മനസ്സിലാവുള്ളൂ. പക്ഷെ സ്റ്റിൽ ആ ഒരു പാറ്റേൺ, ആ ഒരു ട്രെൻഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഈ ഒരു പോസ്റ്റിന്റെ എക്സാമിന് ശേഷം എത്രമാത്രം അഡ്വൈസുകൾ പോയി എന്ന് നോക്കിക്കഴിഞ്ഞാൽ നോക്കിയേ, 2026 ജാനുവരി 20th വരെയാണ് നമുക്ക് ഏറ്റവും ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത്. ജാനുവരി 20th 2026 ലാസ്റ്റത്തെ അഡ്വൈസ് പോയിരിക്കുന്നത്. ആൻഡ് ടോട്ടൽ എത്ര അഡ്വൈസുകൾ പോയിട്ടുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ 60 അഡ്വൈസുകൾ ഇതുവരെ പോയിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഇപ്പൊ ആക്റ്റീവ് ആയിട്ടുള്ള ഈ ഒരു റാങ്ക് ലിസ്റ്റ് എന്ന് വരെ ആക്റ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ എന്നാണ് ഈ റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ ആവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5/12/2027 ഈ ഒരു ലിസ്റ്റ് ക്യാൻസൽ ആവുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ലാസ്റ്റ് ഈ ഒരു എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് എന്നാണ് 31/12/2022 ഈ ഒരു ടൈമിലാണ് ലാസ്റ്റ് ഈ ഒരു എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നത്. ഈ ഒരു ടൈമാണ്. ആൻഡ് ഈ ഒരു എക്സാം കണ്ടക്ട് ആയിരിക്കുന്നത് 16/12/2023. അതായത് ഏകദേശം എന്താണ് ഒരു 1 ഇയർ ഗ്യാപ്പ് വന്നു. അതായത് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഏകദേശം ഒരു 1 ഇയർ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്തത്. ഇനി ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നത് എപ്പോഴാണ്? 5/12/2024. വീണ്ടും ഒരു 1 ഇയർ ഗ്യാപ്പിന് ശേഷമാണ് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നത്. അപ്പൊ മൊത്തം ഒരു 2 വർഷം ഗ്യാപ്പ് എടുത്തു ഇതിന്റെ കംപ്ലീറ്റ് പ്രോസസ്സ് തീർക്കാനായിട്ട് അല്ലെ. ഇപ്പൊ ഏകദേശം ഏതാണ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് 1 ഇയർ കഴിഞ്ഞിട്ട് എന്താണ് നമുക്ക് അതിന്റെ എക്സാം വന്നു. ആൻഡ് എക്സാം കഴിഞ്ഞ് ഒരു 1 ഇയർ കഴിഞ്ഞിട്ടാണ് അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നത്. ഇത്രയും ഒരു ഗ്യാപ്പ് നമുക്ക് കഴിഞ്ഞ എക്സാമിന് കിട്ടി. പക്ഷേ ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ, 2027 ഈ ഒരു റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ ആകും. അപ്പൊ ഈ ഒരു റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ ആവുന്നതിന് മുന്നേ തന്നെ അടുത്ത റാങ്ക് ലിസ്റ്റ് വരണമല്ലോ. അപ്പൊ ഇപ്പൊ നോക്കിയേ, ഇപ്പൊ 2026 ആണിത് അല്ലെ. അപ്പൊ 2026 നമുക്ക് എന്താണ് ഏകദേശം ഒരു ഡിസംബർ അല്ലെങ്കിൽ ആ ഒരു ടൈമോട് കൂടി നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ ഈ 2027 5/12/2026 അല്ലെ ആ ഒരു ടൈം റേഞ്ചിൽ ഈ ഒരു ലിസ്റ്റ് തീരുന്നതിന് മുന്നേ അടുത്തൊരു റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വരണമെങ്കിൽ എന്താണ് നമുക്കൊരു ജൂൺ ജൂലൈ മാസത്തോടു കൂടി എക്സാം കണ്ടക്ട് ചെയ്യണം, റാങ്ക് ലിസ്റ്റ് വരണം. ആ ഒരു ടൈമിൽ എക്സാം കണ്ടക്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു സെപ്റ്റംബറിന് ശേഷം തന്നെ എന്താണ് ഈ ഒരു എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് മുൻപ് നടന്ന പോലെ ഈ ഒരു 2 വർഷം ഗ്യാപ്പ് ഒന്നും ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ഉണ്ടാവില്ല. കൃത്യം 1 വർഷം ഗ്യാപ്പിലായിരിക്കും ഈ ഒരു കംപ്ലീറ്റ് പ്രോസസ്സ്. എക്സാം നമുക്ക് ആദ്യം നോട്ടിഫിക്കേഷൻ വരണം അല്ലെ, അതിനുശേഷം എന്താ എക്സാം കണ്ടക്ട് ചെയ്യണം. എക്സാം കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് റാങ്ക് ലിസ്റ്റ് വരണം. ആൻഡ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് 1 വർഷം ഗ്യാപ്പിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു ടൈം ഫ്രെയിം വളരെ ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ സെപ്റ്റംബറിന് ശേഷം തന്നെ ഈ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് എന്താണ് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, നമുക്കിനി വളരെ ചുരുങ്ങിയ ടൈം മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ, വളരെ ചെറിയ ടൈം മാത്രമേ ഉള്ളൂ. ഇപ്പൊ നോട്ടിഫിക്കേഷൻ വരാൻ നിങ്ങൾ നോക്കിയിരിക്കുകയാണെങ്കിൽ അതിനുശേഷം 6 മാസം മാത്രമേ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കിയിരിക്കേണ്ട, നിങ്ങൾക്ക് ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഡയറി ഫാം ഇൻസ്ട്രക്ടറിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബാച്ചിന്റെ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് നമ്മുടെ ലോങ് ബാച്ച് ആണ്. നിങ്ങൾക്ക് എന്താണ് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ബാച്ചിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നമുക്ക് ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകൾ, മോക്ക് എക്സാംസ്, PYQs ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യിക്കുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് നമ്മുടെ ഈ ഒരു ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യേണ്ട, ഇപ്പൊ തന്നെ നമ്മുടെ ബാച്ചിന്റെ ഭാഗമാവാം. നമ്മുടെ ബാച്ചിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. വളരെ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്താൽ ഇതിന്റെ അടുത്ത റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് ഇടം നേടാം. ഈ ഒരു എക്സാമിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഇൻഫർമേഷൻസും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഡിസ്കഷനും എല്ലാമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. വീണ്ടും കാണാം. താങ്ക് യു.